ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രതീഷ് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയതും താക്കോല് കാണുന്നില്ല. ഈശ്വര, ഇനി ആരെങ്കിലും വീടിൻ്റെ ഉള്ളിൽ കയറിയോ? അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ച് പോകുമ്പോഴേക്കും അടുക്കളയിൽ ഭയങ്കര ശബ്ദവും. അത് കേട്ടതും രതീഷിന് പേടിയായി. പിന്നെയും ധൈര്യത്തോടെ പോയി കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ വാതിൽ തുറന്നു. വാതിൽ തുറന്നത് വേറെ ആരും ആയിരുന്നില്ല, മൂങ്ങയായിരുന്നു. മൂങ്ങയെ കണ്ടതും രതീഷ് ഒന്ന് ഞെട്ടി. നിങ്ങളെന്താ ഇവിടെ? അത് പിന്നെ എടാ മോനെ, നീ അകത്തേക്ക് വാ. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എന്നെ അകത്തേക്ക് വിളിക്കുന്നോ? നിങ്ങളോട് ആരാ പറഞ്ഞ എൻ്റെ വീട്ടിൽ കയറാൻ? നാണോ ഇല്ല കിളവി നിങ്ങൾക്ക്? ഇറങ്ങിപ്പോയി ഇവിടുന്ന്. എടാ മോനെ, പോകാൻ വേറൊരു ഇടവും ഇല്ലടാ. ഞാനും പ്രകാശനെ എങ്ങോട്ട് പോകുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലടാ. പുറത്ത് ഭയങ്കര വെയില. നീയല്ലാതെ വേറെ ആരും ഞങ്ങൾക്കില്ലടാ അഭയം തരാൻ. മര്യാദയ്ക്ക് ഇറങ്ങിക്കൊള്ളണം അവിടുന്ന്. നിങ്ങളോട് ഇനി ഒരു സിമ്പതിയും ഞാൻ കാണിക്കില്ല. ഇത്തിരി സഹതാപം കാണിച്ചതിൻ്റെ പേരിലേ നിങ്ങൾ എന്നെ ഒരുപാടിട്ട് വേദനിപ്പിച്ചു. ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് നമ്പർ ഇറക്കും. അവസാനം കയറി താമസിച്ച് കഴിയുമ്പോഴോ നിങ്ങളുടെ തനി സ്വരൂപം പുറത്തു വരും. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതെൻ്റെയും എൻ്റെ ഭാര്യയുടെയും ചെലവിന് നടക്കുന്ന കുടുംബമാണ്. ഈ കുടുംബത്തിൽ നിങ്ങൾ താമസിക്കേണ്ട, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. അവൾ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവൾക്ക് ഇവിടെ ഒരു ശല്യമായിട്ട് നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് കേട്ടതും എടാ മോനെ, അവളെ നോക്കി കുഞ്ഞിനെ നോക്കി ഒരു പണി അവളെ കൊണ്ട് ചെയ്യിക്കാതെ ഞാനിവിടെ നിന്നോളാടാ. വേണ്ട, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി നിങ്ങളിവിടെ വന്ന് നിന്നാലേ കല്യാണിയും കിരൺ സാറും ഒന്നും ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടത് അവരെയാ. നന്മ എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. തിന്മയുടെ പിന്നാലെ നടന്നപ്പോഴേ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ? നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ. എന്നാ ഇപ്പോഴാ ജീവിതത്തിലൊരു സന്തോഷമൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഒന്ന് മാറ്, നന്നാവ്. അങ്ങനെയാണെങ്കിൽ എല്ലാം നിങ്ങൾക്കുണ്ടാവും. എല്ലാവരും നിങ്ങളെ തേടി വരും. ഇത് പക്ഷേ നിങ്ങളെ ജീവിതകാലം മുഴുവനും അനുഭവിക്കും, നരകിക്കും. ഹോസ്പിറ്റലിൽ കൂടെ നിങ്ങളെന്നെ പ്രാഗിയിട്ടാ വന്നതെന്ന് എനിക്കറിയാം. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കണ്ണടയ്ക്കുന്ന ആളാ കല്യാണി. ഞാനൊക്കെ എന്തോരം ദ്രോഹം ആ കൊച്ചിനോട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കല്യാണി ഞങ്ങളോട് ക്ഷമിച്ചില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, കല്യാണിയെ പോലെ ഒരു നല്ല പേരക്കുട്ടിയെ കിട്ടണമെങ്കിലേ നിങ്ങൾ പുണ്യം ചെയ്യണം. നിങ്ങൾ ഏതോ ഒരു ചെറുതായിട്ടൊരു പുണ്യം ചെയ്തു. അതുകൊണ്ടാണ് കല്യാണിയെ നിങ്ങൾക്ക് പേരക്കുട്ടിയായിട്ട് കിട്ടിയത്. എന്നാൽ അതിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയില്ല. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കി. അവളുടെ കാദംബരിയുടെ അനിയത്തിയാണ് കല്യാണി. ആ അനിയത്തി അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ജോലി ചെയ്യിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവളെക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് കല്യാണി. അങ്ങനെയുള്ളപ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കി നല്ലത് മാത്രം ചിന്തിച്ച് നന്മയോടൊപ്പം നിന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ജീവിക്കാം. അല്ലാതെ വല്ലവൻ്റെ വീട്ടിൽ ആളില്ലാത്തപ്പോൾ പൂട്ടും പൊളിച്ച് കയറി ഇങ്ങനെ കിടക്കുന്നതേ ശരിയല്ല. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ രണ്ടും. ഇല്ലെങ്കിൽ അമ്മമ്മയാണ് അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കൂല, ഞാൻ പോലീസിനെ വിളിക്കും. അത് കേട്ടതും എടാ മക്കളെ, ഞാനിവിടെ നിന്നോട്ടെടാ, ഇങ്ങനെ ഞങ്ങളെ ഇറക്കി വിടല്ലേടാ മക്കളെ എന്നും പറഞ്ഞ് മൂങ്ങ കരയുക. അപ്പോൾ പ്രകാശിൻ്റെ അടുത്തേക്ക് രതീഷ് ചെല്ലുക. അതെ, എന്തുദ്ദേശത്തിലാണ് താൻ ഇങ്ങോട്ട് കയറിയത്? തനിക്ക് നാണോ ഇല്ലേ? കുറച്ചും കൂടെ പോയി പണിയെടുത്ത് ജീവിക്കടോ. ഒരുത്തനുണ്ടല്ലോ രാജകുമാരൻ എന്ന് പറഞ്ഞേ. അല്ല, അവൻ എവിടെ? രാജകുമാരൻ നായാട്ടിന് പോയിരിക്കുവാണോ? ഇല്ലെങ്കിൽ വേട്ടയ്ക്ക് പോയോ? ഇല്ലെങ്കിൽ യുദ്ധത്തിന് പോയോ? പറയടോ, തൻ്റെ ഒരു രാജകുമാരൻ. മര്യാദയ്ക്ക് അവൻ രാജകുമാരനാണെന്നും പറഞ്ഞ് നടക്കാതെ സ്വന്തം പെൺമക്കളുണ്ടല്ലോ, അവരെ രാജകുമാരികളെന്നും പറഞ്ഞ് ജീവിക്കും. അല്ലെങ്കിലും സത്യം അതാണ്, അവൻ രാജകുമാരനൊന്നുമല്ല. അവനെ പിച്ചക്കാരനെന്ന് പോലും വിളിക്കാൻ പറ്റില്ല. പിന്നെ രാജകുമാരികൾ 3 പേരുണ്ട് നിങ്ങൾക്ക്, കാർത്തികയും കാദംബരിയും പിന്നെ കല്യാണിയും. അതിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞ 2 പെൺമക്കളും നല്ല രാജകുമാരിമാരെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ കാദംബരിക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണ്, ഞങ്ങൾ മേടിച്ചത്. ഞാനും കാദംബരിയും അധ്വാനിച്ച് മേടിച്ചത്. കല്യാണിയുടെ മനസ്സിലെ നന്മ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെ ഇനി അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ രണ്ടും. എടാ രതീഷേ, നീ എൻ്റെ മരുമോനാ. നിന്നോട് ഞാൻ വേർതിരിവൊന്നും കാണിച്ചിട്ടില്ലല്ലോ, സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഞങ്ങളിവിടെ നിന്നോട്ടേടാ. വേറെ പോകാനൊരിടമില്ലാത്തതുകൊണ്ടാണ്. പോകാൻ ഇടമില്ലെങ്കിലേ ഏതെങ്കിലും അമ്പലത്തിൽ ആൽത്തറയിൽ പോയി കിടന്ന് ഉറങ്ങ്, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ വൃദ്ധസദനം ഉണ്ടാവുമല്ലോ, ഇവരവിടെ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തറയിൽ പോയി കിടക്ക്, അതായിരിക്കും ഏറ്റവും നല്ലത്.
അങ്ങനെ പറയല്ലേടാ രതീഷേ, ഞാനും നിൻ്റെ അമ്മുമ്മയല്ലേടാ. എനിക്ക് അമ്മുമ്മയെ കൊണ്ട്, പക്ഷെ നിങ്ങളുടെ അത്രയും ക്രൂരയൊന്നുമല്ല എന്നും പറഞ്ഞ് രതീഷ് സമയം മൂങ്ങയാണെങ്കിൽ കാല് പിടിച്ചു കൈ പിടിച്ചൊക്കെ നോക്കി. ഒരു രക്ഷയുമില്ല. രതീഷ് രണ്ടിനെ ആട്ടിയിറക്കി. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അടിച്ചിറക്കും, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പ്രകാശൻ, അമ്മേ വാ നമുക്ക് പോകാം. മോനെ നമ്മളെങ്ങോട്ട് പോകൂടാ, ഇവൻ പറഞ്ഞോട്ടെ, നമ്മുടെ മരുമോനല്ലേ, എത്ര പറഞ്ഞാലും പറഞ്ഞോട്ടെ. അതെ, കുറച്ചെങ്കിലും നാണോ മാനോ വേണം. അതെന്തായാലും നിങ്ങൾക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ബന്ധു വീട്ടിൽ വന്ന് താമസിക്കാൻ വന്നിരിക്കുന്നത്. നാണോ മാനോ ഇല്ലാത്ത നിങ്ങൾ മര്യാദയ്ക്ക് പൊയ്ക്കോ. ദേ, നാണോ മാനോ ഉണ്ടെങ്കിലേ, കുറച്ചെങ്കിലും സ്നേഹമുള്ളിൽ ബാക്കിയുണ്ടെങ്കിലേ, മോനെ സ്നേഹിക്കുന്നില്ലേ, അതിൻ്റെ അത്ര ഒന്നും കൊടുക്കണ്ട. ഒരിത്തിരി സ്നേഹം ആ കല്യാണിക്ക് കൊടുത്തു നോക്ക്. അവൾ നിങ്ങളെ ഉള്ളം കൈ കൊണ്ട് നടക്കും. വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളെ പൊന്നു പോലെ നോക്കും. അത് കേട്ടതും വേണ്ടടാ, വേണ്ട, എൻ്റെ ശത്രു അവള്. അങ്ങനെയുള്ളപ്പോൾ അവളെ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ല. എന്നാലേ നരകിക്ക്, റോഡ് നീളെ തെണ്ടി നരകിക്ക്, അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് വാതിൽ മുറുക്കി അടച്ചു. രതീഷ് ആഞ്ഞടിച്ചതും നമ്മുടെ പ്രകാശൻ, വാ അമ്മേ പോകാം. എടാ നമ്മളെങ്ങോട്ട് പോകൂടാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അമ്മ വാ എന്നും പറഞ്ഞ് മൂങ്ങയും വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയം മൂങ്ങയും ഭയങ്കര സമാധാനത്തോടെയാണ് പ്രകാശിൻ്റെ കൂടെ പോയത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പ്രകാശം കയറി ചെന്നൊരു സ്ഥലം കണ്ടതും മൂങ്ങ ഞെട്ടിപ്പോയി. ഇതെന്താടാ വൃദ്ധസദനത്തിൽ? ഇപ്പോൾ എനിക്കേ ഒന്നുമില്ല. ആ സമയത്ത് അമ്മയെങ്കിലും ഇവിടെ താമസിക്കും, അതായിരിക്കും നല്ലത്. നിങ്ങളെയും ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. ഓ, ഇപ്പം ഞാനും നിനക്കൊരു ഭാരമായി അല്ലേ മോനെ? ഭാരമായതുകൊണ്ടല്ല അമ്മേ, ഞാൻ അമ്മയെ എങ്ങോട്ട് കൊണ്ടുപോകും? ഞാനൊരാണാ, എനിക്ക് എവിടെ വേണേലും കിടന്നുറങ്ങാം. എടാ, ഈ വയസ്സാം കാലത്ത് ഞാൻ എന്തിനാടാ പേടിക്കുന്നത്? എന്നാലും വയസ്സാം കാലത്ത് എൻ്റെ കൂടെ നടന്ന് അമ്മയെ നരകിക്കണോ? ഇതിനെല്ലാം കാരണം നമ്മുടെ മനസ്സാ, ദുഷ്ടമായ നമ്മുടെ മനസ്സ്. പെൺമക്കളെ വെറുക്കാൻ നിന്നെ പഠിപ്പിച്ചത് ഞാനാ. എന്നാൽ ആ പെൺമക്കൾ തന്നെയാടാ ശരി. പെൺമക്കളെ വെറുത്തതും തെറ്റായിപ്പോയി. പെൺമക്കളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു അല്ലേ? ഒരാൺമക്കൾ വേണമെന്നും പറഞ്ഞ് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയായത്. പെൺമക്കളെ തള്ളിക്കളഞ്ഞും ആൺമക്കളെ നെഞ്ചോട് ചേർത്തിയും വളർത്തുന്ന അച്ഛനമ്മമാരുടെ പല മക്കളും ഇതുപോലെ ഓരോരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതും ഓരോരോ ദുഷ്ടത്തരം കാണിക്കുന്നതും അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്നതും ജയിലിൽ കിടക്കുന്നതും മരണത്തിലേക്ക് പോകുന്നതും ഒക്കെ ദൈവത്തിൻ്റെ ശിക്ഷയാടാ. അത് കേട്ടതും അമ്മേ എന്ത് വേണേലും പറഞ്ഞോ, എൻ്റെ മോനെക്കുറിച്ച് അമ്മ ഒന്നും പറയരുത്. എടാ, അവനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ ഒന്ന് വന്നോ, നമ്മളെ ഒന്ന് എത്തി നോക്കിയോ? ഇല്ല, അവൻ നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. എവിടെ നമ്മൾ താമസിക്കുമെന്ന് വെച്ചപ്പോൾ പോലും അവൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ അവനെ എങ്ങനെയാടാ മക്കളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുക? ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് തന്നെ. പക്ഷേ അവൻ നമ്മളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടല്ലടാ മക്കളെ. ഇനിയെങ്കിലും നമ്മൾ മാറണം. ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് മാറിയില്ലെങ്കിൽ ദൈവം നമ്മളോട് പൊറുക്കില്ല മോനെ. പറ്റില്ലമ്മേ, എൻ്റെ മോൻ തന്നെയാണ് എനിക്ക് രാജകുമാരൻ. അവനല്ലാതെ മറ്റൊരു ആളും എനിക്ക് രാജകുമാരനായിട്ട് വേണ്ട എന്നും പറഞ്ഞ് മൂങ്ങയും കൈ പിടിച്ച് അവിടെ കൊണ്ടാക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ അമ്മമ്മമാരുണ്ടായിരുന്നു. ആ അമ്മമ്മമാരൊക്കെ നല്ലവരായിരുന്നു. പക്ഷെ എന്നാലും മക്കള് അമ്മമ്മമാരെയൊക്കെ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഇട്ടതാ. ഈ സമയം മൂങ്ങ അവിടെ ചെന്നു. മൂങ്ങയ്ക്ക് നല്ല സങ്കടമുണ്ട്. ഇതുപോലെ ഒറ്റപ്പെട്ട സമയങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ തന്നെ മൂങ്ങ തീരുമാനിച്ചു. അവിടെ എല്ലാവരുടെയും കൂടെ മൂങ്ങ നല്ല കൂട്ടായി. ഈ സമയം രാമായണമൊക്കെ വായിച്ച് മൂങ്ങ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഓരോരുത്തരോടും ഓരോരോ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് എല്ലാവരും പറയുന്നത് തൻ്റെ മകൻ തന്നെ അവിടെ കൊണ്ടുവന്നിട്ടു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനാകെ മാറിപ്പോയി. കല്യാണത്തിന് മുമ്പ് വരെ തേനെ പാലയെന്നും പറഞ്ഞ് നടന്നിരുന്ന മക്കളാ. നമ്മൾ അവരെ വളർത്തിയതോ തലയിലും തറയിലും വയ്ക്കാതെ. എന്നിട്ടും കല്യാണം കഴിഞ്ഞ് അവരുടെ കാലിൽ നിൽക്കാനായപ്പോൾ അവരൊക്കെ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു. ആൺമക്കളെ സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും കിട്ടുന്നതായത്. പക്ഷേ പല ആൺമക്കളും അങ്ങനെ ആകില്ല. എന്നാലും ചിലതുങ്ങളുണ്ടല്ലോ, അവരുടെ അമ്മമാർക്ക് ഇങ്ങനെ വന്ന് കിടക്കേണ്ടി വരും എന്നും പറയുക. അല്ല, പെൺമക്കളുള്ള അമ്മമാരൊന്നും ഇവിടെ ഇല്ലേ എന്നും മൂങ്ങ ചോദിക്കുക. ഉണ്ട്, അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിഞ്ഞ് അവരവരുടെ കുടുംബത്തിലേക്ക് പോകും. സത്യം പറഞ്ഞാൽ അവർ തന്നെ നിൽക്കുന്നത് അവരുടെ വീട്ടിലല്ല. പെൺമക്കൾക്ക് നിൽക്കാൻ സ്വന്തമായിട്ടൊരിടം ഇല്ല. അങ്ങനെയുള്ളപ്പോൾ പോലും ഭർത്താവിൻ്റെ വീട്ടിൽ അഭയം തേടുന്നവർ നമ്മളെ എങ്ങനെയാ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്? അല്ല,
ഇനി അവർ മനസ്സ് കാണിച്ച് കൂട്ടിക്കൊണ്ടു പോയാലും നമുക്കൊരു മനസാക്ഷിയില്ലേ? അതിൽ നല്ല മരുമക്കളാണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ കൂടെ നിർത്തും. പക്ഷേ അവരുടെ കാര്യവും അവരുടെ അച്ഛനമ്മമാരുടെ കാര്യവും ഒക്കെ ഒന്ന് ചിന്തിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പെൺമക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്വന്തമായിട്ട് നോക്കേണ്ടവർ തള്ളി പറയുകയാണെങ്കിൽ പിന്നെ അന്യരെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് മൂങ്ങ ഓരോന്ന് ആലോചിക്കുന്നത്. ഈശ്വര, എൻ്റെ പേരക്കുട്ടി കല്യാണി, കാദംബരി, പിന്നെ കാർത്തിക മോള്, അവരെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ദൈവം എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അതെ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ വലിയ തെറ്റ് തന്നെ ചെയ്തത്. എല്ലാവരെയും ഞാൻ തള്ളിപ്പറഞ്ഞു. പെൺമക്കളെ മാറ്റി നിർത്തി ആൺമകനെ മാത്രം സ്നേഹിച്ചു. ഇപ്പം മനസ്സിലായി, ആൺമകനെ മാത്രം സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ലയെന്ന്. വയസ്സാം കാലത്ത് ആരെങ്കിലുമൊക്കെ വേണം, അതിനാരെങ്കിലുമൊക്കെ നിന്നേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മൂങ്ങ കരയുക. എന്തിനാ കരയണേ? ഒന്നുമില്ല, എനിക്കും ഉണ്ട് ഒരു 4 പേരക്കുട്ടികൾ, 3 പെണ്ണും ഒരാണും. ആഹാ, എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നേ? അല്ല, മറ്റേ പെൺമക്കളൊന്നും നോക്കിയില്ലേ? മകളൊന്നുമില്ല, ഒരേ ഒരു മോനേ ഉള്ളൂ, പ്രകാശൻ. അവൻ്റെ മക്കളാണ് ഈ 3 പേരും 4 പേരും. പിന്നെ എന്നിട്ട് എന്തായി? മകൻ്റെ മോന് ജോലിയൊന്നുമില്ലേ? അവന് ജോലിയും കൂലിയും ഒന്നുമില്ല. അവനെ വളർത്തിയത് രാജകുമാരനായിട്ട്. എന്നാൽ അവനിപ്പോൾ രാജകുമാരനെന്ന് പറയാൻ പോലും പറ്റില്ല. എവിടെയാണെന്ന് പോലും അറിയില്ല. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവൻ ഞങ്ങളെ പോലും ഉപേക്ഷിച്ചു. അവൻ്റെ അച്ഛനെ പോലും. അവൻ്റെ അച്ഛനാണ് അവന് കരൾ കൊടുത്തത് വരെ. എന്നിട്ടും അവൻ്റെ അച്ഛനാണ് കരൾ കൊടുത്ത് അവൻ്റെ ശബ്ദം തിരിച്ചു കൊണ്ടുവന്നത് വരെ. എന്നിട്ടും ഒരു തുള്ളി സ്നേഹവുമില്ല. ഹോസ്പിറ്റലിൽ കൊടുക്കാൻ കാലാണ് തന്നില്ല. അല്ല, എന്തിനാ ആശുപത്രി കൊടുക്കുന്നത്? എൻ്റെ മോന് അറ്റാക്ക് വന്ന് ആശുപത്രി കിടക്കുമായിരുന്നു. ആ സമയത്ത് തിരിഞ്ഞു പോലും നോക്കിയില്ല. കാശ് ചോദിച്ചപ്പോൾ കാശില്ല എന്നാണ് പറഞ്ഞത്. അവസാനം ഓരോരോ കടകളിൽ കയറി ഭിക്ഷ യാചിച്ച ഞാൻ ആശുപത്രിയിലെ കടം വീട്ടിയത്. അത് കേട്ടതും എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അയാളുടെ പെൺമക്കളൊന്നും വന്നില്ലായിരുന്നോ? എങ്ങനെ വരാനാ? അവരെ പെൺമക്കളായിട്ട് ജനിച്ചതോടുകൂടെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല. പെൺമക്കളെ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ, പെൺമക്കളെ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെയൊക്കെ അനുഭവമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ആ പെൺമക്കൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു തന്നെ. പക്ഷേ അവർക്ക് കിട്ടിയ ഭർത്താക്കന്മാരും നല്ലവരാ. അങ്ങനെ നമ്മളെ അന്യരായിട്ട് കാണുന്നവരൊന്നുമല്ല, സ്വന്തമായിട്ട് കാണുന്നവരാ. എന്നിട്ടും ഞങ്ങൾക്കത് മനസ്സിലായില്ല. ഈ മനുഷ്യന്മാർക്ക് ചില സമയത്ത് നല്ലതും ചീത്തതൊന്നും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്കപ്പോൾ ചീത്തത് നല്ലതായും നല്ലത് ചീത്തതായും തോന്നി. അതാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ കല്യാണി എങ്ങനെയോ അറിഞ്ഞു മൂങ്ങ വൃദ്ധസദനത്തിലിരിക്കുന്ന കാര്യം. കല്യാണി മൂങ്ങയെ കാണാനായിട്ട് വന്നു. കണ്ടപ്പോൾ കല്യാണിക്ക് സങ്കടം വന്നു. പക്ഷെ എന്നാലും കല്യാണി വന്നത് അവിടെയുള്ള അമ്മമാരെയും കാണാനും കൂടിയാണ് കേട്ടോ. അപ്പോൾ കല്യാണി അവിടെയുള്ള അമ്മമാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അങ്ങനെ കല്യാണി ചേർത്ത് പിടിച്ചു. ഇതേ കല്യാണി മോള് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് മൂങ്ങ അത്ഭുതത്തോടെ നോക്കുന്നത്. അതെ, ആ വൃദ്ധസദനത്തിലെ ചില സമയങ്ങളല്ല, മിക്കപ്പോഴും കല്യാണിയും കിരണുമാണ് ഓരോന്നും ഫുഡൊക്കെ ഇത് ചെയ്യുന്നത്. ഇത് കേട്ടതും മൂങ്ങയ്ക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം കൊണ്ട് മൂങ്ങയുടെ കണ്ണ് നിറഞ്ഞു. കാരണം അങ്ങനെ വന്നപ്പോഴും കല്യാണിയുടെ കയ്യിലെ കാശ് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വന്നൊരവസ്ഥ അവസാനം ദൈവം തന്നെ അതിലേക്ക് എത്തിച്ചു. കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു മൂങ്ങ പൊട്ടിക്കരഞ്ഞു. മനസ്സിലായി മോളെ, അമ്മുമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. അമ്മുമ്മ ചെയ്തത് വലിയ തെറ്റാ. അമ്മുമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ 4 പേരെയും അമ്മുമ്മ ഒരുപോലെ സ്നേഹിക്കണമായിരുന്നു. എന്നാൽ പ്രകാശൻ നിങ്ങളെ വെറുക്കാൻ ഞാൻ കൂടുതൽ അവനെ പ്രേരിപ്പിച്ചതാ. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവൻ നിങ്ങളെ വെറുത്തപ്പോൾ ഞാൻ നിങ്ങളെ വെറുക്കാൻ അവനെ പഠിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ പൊട്ടിക്കരഞ്ഞ് കല്യാണിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മാപ്പ് അപേക്ഷിച്ചു. കല്യാണി മൂങ്ങയോട് ക്ഷമിക്കുമോ? അത് മാത്രമല്ല, ആ സമയം പ്രകാശം വന്നു. അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട, ആ കല്യാണിയുടെയും കിരണിൻ്റെയും ചെലവിലാണ് ഈ വൃദ്ധസദനവും നടന്നു പോകുന്നത്. അതുകൊണ്ട് അമ്മ ഇനി ഇവിടെ നിൽക്കുകയേ വേണ്ട, വാ എന്നും പറഞ്ഞ് പ്രകാശൻ മൂങ്ങയെ പിടിച്ചു വലിച്ചുകൊണ്ട് വരിക.
അപ്പോൾ മൂങ്ങ എടാ മോനെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇല്ലമ്മേ, അമ്മ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞില്ലേ, വേറെ എത്രയോ വൃദ്ധസദനമുണ്ട്, ഞാൻ അവിടെ കൊണ്ടാക്കാം വാ എന്നും പറഞ്ഞ് പ്രകാശൻ വലിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പ്രകാശൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ച് മൂങ്ങ പ്രകാശൻ്റെ കരണത്തിട്ടൊരു ഒറ്റടി കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടുത്തെ അമ്മമാരും കല്യാണിയും നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്തിനാണ് തല്ലിയത്? ഈ തല്ല് ഞാൻ നിനക്ക് പണ്ടേ തന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ അവസ്ഥയിൽ വന്ന് എത്തില്ലായിരുന്നു. ഇനി നീ വിചാരിക്കേണ്ട ഒന്നുണ്ട്, മകനല്ല മകളാണ് ശരി എന്നും. അത് കേട്ടതും അമ്മേ മിണ്ടരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയുടെ സ്വഭാവവും ശബ്ദവും ഒക്കെ മാറിയത് കണ്ട് ഞെട്ടുകയാണ് പ്രകാശൻ. അതേ പ്രേക്ഷകരെ, ഇനി നമ്മൾ ആഗ്രഹിച്ച രീതിയിലാണ് കഥ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണുക മൂങ്ങയുടെ അടിപൊളി മാറ്റവും പ്രകാശൻ്റെ വൻ തകർച്ചയും. അപ്പോൾ കഥാഗതി മാറ്റിമറിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.